പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് 23/7/2024. ഇന്ന് ഞാൻ ചില വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എന്നെ അറിയാമല്ലോ, ഞാൻ ജോൺ വർഗീസ്. ദീർഘകാലമായി പ്രവാസിയായി ഞാൻ അലൈനിലാണുള്ളത്. ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇടയ്ക്ക് തുടങ്ങിയിരുന്നു. അതിൻ്റെ പേര് മായാമുദ്രകൾ എന്നാണ്. അതിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനം വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കും. എനിക്ക് കിട്ടുന്ന പ്രയോജനത്തേക്കാൾ കൂടുതൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമെന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ചാനൽ അനേകം പേര് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് കഴിഞ്ഞ 18-ാം തീയതി ഒരു വർഷത്തേക്കായിരുന്നു. അദ്ദേഹം ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, അദ്ദേഹം കാണിച്ച നല്ല മാതൃകകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ സഹാവ് EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ള ഇപ്പോൾ സഹാവ് പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ആര് പ്രഗത്ഭനെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഉമ്മൻചാണ്ടിയോളം എത്തി ആരും തന്നെ ഇല്ല. അത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട ഒരു മുഖ്യമന്ത്രി. രാഷ്ട്രീയപരമായിട്ട് പല വിയോജിപ്പുകളും പലർക്കും ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വന്ന സൃഷ്ടികളാണ് കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, വിഴിഞ്ഞം പോലും അദ്ദേഹത്തിൻ്റെ സംഭാവന. അത് മറക്കി പിടിക്കാൻ ശ്രമിച്ചാലും അത് യഥാർത്ഥമുള്ള ശുദ്ധമായ ഒരു ഹൃദയമുള്ള ഒരാൾക്കത് അവഗണിക്കാൻ കഴിയില്ല. ആദ്യമായി ഞാനത് ഇവിടെ പറഞ്ഞത്, ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് ചാനലിൻ്റെ ഇപ്പോൾ ഈ പുതിയ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനുള്ള ആദരവ് ഇവിടെ അർപ്പിക്കുകയാണ് എന്ന് മാത്രം. അതായിരുന്നില്ല സബ്ജക്റ്റ്. പക്ഷേ എന്നിരുന്നാലും ഈ കൂട്ടത്തിൽ ഈ അടുത്ത സമയത്തായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു വർഷം കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നമ്മുടെ ഇടയിലുണ്ടാകും. എന്നും പൊതുപ്രവർത്തകർക്ക് പഠിക്കാൻ പറ്റിയ ഒരു പാഠപുസ്തകമായി ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കലാ സാംസ്കാരിക എല്ലാ രംഗങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുമെങ്കിലും പ്രവാസികളുടെ വിഷയങ്ങൾ കൂടുതലായിട്ട് പറയണമെന്നുള്ളതാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെടുന്നത്. കാരണം പ്രവാസികൾ അനുഭവിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും ഒരു ഗവൺമെൻറ്റുകളും പരിഹരിച്ചിട്ടില്ല, അവർ പരിഹരിക്കത്തില്ല, അവർക്ക് പരിഹരിക്കാൻ താല്പര്യവുമില്ല. പ്രവാസികളെന്ന് പറഞ്ഞ് അവരിങ്ങനെ മുതലക്കണ്ണുനീര് ഒഴുക്കുന്നതല്ലാതെ ഒരു കാര്യവും ഇവിടെ ചെയ്യാൻ പോകുന്നില്ല. 35 വർഷം കൊണ്ട് ഒരു പ്രവാസിയായ എനിക്ക് എൻ്റെ കൺമുമ്പിലത്തെ അനുഭവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നോർക്ക ഉൾപ്പെടെയുള്ള അവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ തന്നെ കേരളത്തിൽ വീണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഈ അവസരത്തിൽ പ്രവാസികളുടെ പൂട്ടിക്കിടക്കുന്ന വീടിന് ഇരട്ടി നികുതി ചുമത്താൻ ശ്രമിച്ച അത് നമുക്കറിയാമല്ലോ. ഈ മന്ത്രിസഭയിൽ തന്നെയുള്ള ഗണേഷ് കുമാറിനെ പോലുള്ള നല്ലവരായ വ്യക്തികളുടെ പ്രതിഷേധവും ശ്രമഫലവുമായാണ് അതൊന്ന് മാറിപ്പോയതായിട്ട് ഞാൻ കരുതുന്നു. പ്രവാസികൾ അനുഭവിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്. പ്രവാസികളെ സംരക്ഷിക്കാൻ ആരുമില്ല. കാരണം പ്രവാസികൾക്ക് യൂണിറ്റി ഇല്ല. പ്രവാസികൾ ശക്തമായൊരു ഭയങ്കര ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് പ്രവാസികളെ
ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളടക്കമുള്ള പല മേഖലകളും ഉണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കൾ പല പ്രാവശ്യം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രവാസികളുടെ മാതാപിതാക്കൾ മാത്രമായിരിക്കും ഇവിടെ താമസിക്കുന്നത്. അവർ പ്രായമായിരിക്കും. അവരെ ധാരാളം അവരുടെ നാട്ടിലുള്ള ചില ആളുകളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു, വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്നു. മരം ഒരു മെയിൻ വിഷയമാണ്. മരത്തിൻ്റെ ശാഖകൾ അങ്ങോട്ട് കിടക്കുന്നു, അത് വെട്ടിത്തരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ധാരാളം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നു, കോടതി കയറ്റുന്നു. ഇതിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഇവരുടെ പൂർണ്ണമായ സപ്പോർട്ട് ഈ വിഷയങ്ങളിൽ പ്രവാസികൾക്ക് ലഭിക്കാറില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ തന്നെ അവർ രണ്ട് ഭാഗത്തും നിന്ന് കാശ് വാങ്ങിച്ച് സെറ്റിൽ ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കേസ് സംബന്ധമായ കാര്യങ്ങളൊന്നും ഇടപെടാൻ കഴിയില്ല. കാരണം അവർക്ക് തിരിച്ചു വന്നിവിടെ ജോലി ചെയ്യേണ്ടത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. നിരവധിയായ വിഷയങ്ങൾ ഇങ്ങനെ അവർക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടൂർ സ്വദേശിയാണ്. അപ്പോൾ ധാരാളം പരാതികൾ ഇത്തരത്തിലൊക്കെ എനിക്കും ലഭിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഉള്ള പ്രവാസികളെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ഇടപെടാനൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ആ വിഷയങ്ങളിൽ നിയമപരമായ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ പ്രവാസികൾ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇവിടെ ജോലി ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കളെ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അവർക്ക് അങ്ങനെയൊക്കെയുള്ള ധാരാളം വിഷയങ്ങളും ഉണ്ട്. ഇതിനൊക്കെയുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഞങ്ങൾ അതിനെ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലായിരിക്കും ഞങ്ങൾ അതിനു വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയൊക്കെ രൂപപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ വേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ദീർഘകാലമായ ഒരു കമ്പനിയുടെ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. വിന്നയർ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഞങ്ങൾ എയർ കണ്ടീഷൻ്റെ ഫിൽറ്റർ മാനുഫാക്ചർ ചെയ്ത കമ്പനിയാണ്. അതിന് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് നന്ദി പറയുന്നു. വീണ്ടും നല്ലവരായ ആളുകളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഞങ്ങളുടെ ഒരു പുതിയ ഒരു സഹോദര സ്ഥാപനമാണ് ഈ ഒമാനിലുള്ള ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ കുന്തിരിക്കം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് UAE ബിസിനസ് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ ഒറിജിനൽ സാധനമാണ്. അവിടുത്തെ ഒമാനിലെ ലോക്കലായിട്ടുള്ള ബന്ധുക്കളുടെ കയ്യിൽ നിന്ന്, അവരുടെ കടയാണ്, അവിടെ നിന്നുള്ള സാധനം വാങ്ങിച്ചാണ് കൊണ്ടുവരുന്ന ബിസിനസ് നടത്തുന്നത്. അത് നിങ്ങളുടെ അറിവിലേക്ക് ഇത് കാണിക്കുകയാണ്. ഇതാണ് ഈ ഊതെന്ന് പറയുന്ന സാധനം. നല്ല മണമുള്ള ഒരു സാധനമാണ്. ഇത് ഏറ്റവും ചെറിയ മാർജിനിൽ നമ്മളത് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്ക് എൻ്റെ വിളിക്കാവുന്നതാണ്, എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല മണമുള്ള ഊതാണ്. ഇത് ചെറിയ മാർജിനിൽ മാത്രമാണ് അവിടെ വിൽക്കുന്നത്, ചെറിയ ലാഭത്തിൽ മാത്രമാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒമാനിലെ കുന്തിരിക്കമാണ്. ഇത് ഇവിടെ കിട്ടുന്ന കുന്തിരിക്കമോ നാട്ടിൽ കിട്ടുന്ന കുന്തിരിക്കമോ പോലെയല്ല. ഇത് ഒരു ചെറിയ ഒരു മണി ഇട്ടാൽ മതി, നല്ല മണമാണ്. ഈ സാധനവും നമ്മുടെ സഹോദര സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പ്രവാസികൾ മാത്രമല്ല, ധാരാളം സുഹൃത്തുക്കൾ നമ്മളോട് പറയാറുണ്ട്. അവർക്ക് കഴുത്തുവേദന, മുട്ടുവേദന, നടുവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ഞാൻ ഒരു മാസം മുമ്പ് നാട്ടിലായ സമയത്ത് പല ആയുർവേദിക്
മസാജിങ് സെൻ്ററുകൾ നാട്ടിലുണ്ട്. എന്നിരുന്നാലും എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, മോഹൻലാലിൻ്റെ കഴുത്ത് വേദന മാറ്റിയ ഒരു മസാജ് സെൻ്റർ ഉണ്ട്, അത് ചങ്ങനാശ്ശേരിയിലാണ്, പെരുന്നയിലാണ്, ഹിമാലയ എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. കാരണം കഴുത്തിന് എനിക്ക് ദീർഘകാലമായ വേദനയായിരുന്നു. ഞാനവിടെ പോയിരുന്നു. മോഹൻലാലും കഴുത്തിൻ്റെ വേദനയെ സംബന്ധിച്ചാണ് അവിടെ ചെന്നതായിട്ടാണ് അവിടുത്തെ ഡോക്ടർ സന്ദീപ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാനത് പോയി. എനിക്കതിനകത്ത് വളരെ നല്ലതായിട്ട് തോന്നി. ഞാൻ പറയാൻ വന്ന അതല്ല. അപ്പം ഞാൻ അവിടുത്തെ ഡോക്ടറോട് സന്ദീപിനോട് പറഞ്ഞു, എനിക്ക് ഷുഗറിൻ്റെ രോഗമുള്ളയാളാണ്, ദീർഘകാലമായി അതിലൂടെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. ഈ കരിഞ്ജീരകമാണ്, ഇത് സാമ്പിളാണ്. കരിഞ്ജീരകം ഇത് 1/4 കിലോ വാങ്ങിക്കണം എന്നോട് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സാമ്പിൾ ഞാൻ വെച്ചിരിക്കുന്നതാണ്. കിരിയാത്ത്, ഇതും 1/4 കിലോ വാങ്ങിക്കണം. പിന്നെ ഏകനായകം, ഇതും 1/4 കിലോ വാങ്ങിക്കണം. അപ്പം കരിഞ്ജീരകം 1/4 കിലോ, കിരിയാത്ത് 1/4 കിലോ, ഏകനായകം 1/4 കിലോ, ഇത് മൂന്നും കൂടെ പൊടിച്ചിട്ട് ഇത് ഒരു കലത്തിൽ വെള്ളം എടുക്കണം. 10 ഗ്ലാസ് വെള്ളം ആ കലത്തിലെടുക്കണം. എന്നിട്ട് അതിനകത്ത് ഇതിൻ്റെ 1.5 സ്പൂൺ ഇടണം. ഇതിൻ്റെ പൊടി ഇത് പൊടിയാക്കണം. ഇത് പൊടിച്ച അവസ്ഥയിലുള്ളതാണിത്. ഈ 3 സാധനവും കൂടെ പൊടിച്ച അവസ്ഥയിലുള്ളതാണിത്. ഇത് 1.5 സ്പൂൺ എടുത്തിടണം. ഇട്ടിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചാൽ ഇത് ഒരു ദിവസം കുടിച്ച് തീർക്കണം എപ്പോഴെങ്കിലും ഒക്കെ. ഷുഗർ കുറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് നല്ല കുറവ് വന്നു. അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ പ്രയോജനത്തിനായി എനിക്ക് കിട്ടിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇത് 3ഉം 1/4 കിലോ വച്ച് വാങ്ങിക്കുക. ഇത് 3 ഐറ്റവും അങ്ങാടി കടയിൽ കിട്ടുന്നതാണ്. കരിഞ്ജീരകം, കിരിയാത്ത്, ഏകനായകം, ഇത് 3ഉം കൂടെ ചേർത്ത് പൊടിക്കണം. ഇത് ഈ ഏകനായകം എന്ന് പറയുന്നത് ഇങ്ങനൊരു ഐറ്റമാണ്, തടിക്കഷ്ണം പോലുള്ള ഐറ്റമാണ്. ഇത് സാമ്പിൾ വെച്ചിരിക്കുന്ന ഇത് പൊടിക്കണം. ഇത് പൊടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇത് പൊടിക്കുന്ന സ്ഥലമുണ്ട്. ഇനി പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ കരിഞ്ജീരകവും കിരിയാത്തും കൂടെ പൊടിച്ചിട്ട് ഒരു ഇതങ്ങ് വെള്ളത്തിലിട്ടങ്ങ് ചൂടാക്കി കുടിച്ചാൽ മതി. അതും ഇത് ഷുഗർ കുറയ്ക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നടുവേദന, കഴുത്ത് വേദന, ഈ പറയുന്ന ഈ നടുവേദന, കഴുത്ത് വേദന, ഈ കൈകാല് വേദന, കഴപ്പ്, പെരുപ്പ്, ഇതിനെല്ലാം ഇത് നമ്മൾ ധാരാളം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണല്ലോ. ഞാൻ പല കുഴമ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുഴമ്പുകളുടെ പേരൊന്നും പറയുന്നില്ല, കാരണം അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന പേരുകളാണ്. പക്ഷേ ഈ സാധനം ഉപയോഗിച്ചാൽ പെട്ടെന്ന് റിലീഫ് കിട്ടുന്നുണ്ട്. ഇത് സന്ധിഗിരിയുടെ വേറെ പലതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പ്രയോജനം കിട്ടിയിട്ടില്ല. സന്ധിഗിരിയുടെ സന്ധിഗിരിയുടെ കായത്തിരുമേനി എന്ന് പറയുന്ന ഓയിൽ, ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളതേ ഉള്ളൂ. ഇത് സന്ധിഗിരിയാണ്. സന്ധിഗിരിയുടെ കായത്തിരുമേനി എന്ന് പറയുന്ന ഈ എണ്ണ, ഇത് എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുടിക്കേണ്ടതല്ല. ഇത് നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ. രാത്രി കിടക്കാൻ നേരം ഒരു കൈ കുറച്ചെടുക്കുക, ഒരു കൈയിൽ ഇങ്ങനെ കുറച്ചെടുക്കുക, കൈ തിരുമുക, ഇങ്ങനെ കൈക്കും കാലിനും തേക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അത് അത്രയേ ഉള്ളൂ. ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഈ 2 സാധനങ്ങളെ 2 മരുന്നുകളെ ഞാൻ പൊതുജന താല്പര്യപ്രകാരം പരിചയപ്പെടുത്തി. 1 ഈ ഷുഗറിനുള്ള ഈ മരുന്ന്, 2 ഈ കായത്തിരുമേനി എന്ന് പറയുന്ന ആയുർവേദിക് ഓയിൽ. ഇതും നല്ലതാണ്. എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പിന്നെ പറയാനുള്ളത്, ഇവിടുന്ന് ഞാൻ അബുദാബി അലയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം നാട്ടിലാണ്. പുള്ളിയുടെ പേര് റോയി എന്നാണ്. റോയിച്ചാൻ ഇപ്പം നാട്ടിലാണ്. അദ്ദേഹത്തിന് ഒരു 1 ഏക്കർ റബ്ബറും തോട്ടം കൊടുക്കാനുണ്ട്.
അദ്ദേഹത്തെ സമീപിക്കേണ്ടതാണ് ആവശ്യമുള്ളവർ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ പുതിയൊരു താല്പര്യപ്രകാരം ഷെയർ ചെയ്യുന്നു. റോയിച്ചാൻ്റെ നമ്പർ ഞാനിവിടെ പറയുന്നു: 96 56 74 67 90. ഒരിക്കൽ കൂടെ നമ്പർ പറയാം: 96 56 74 67 90. വേറൊരു കാര്യമുള്ളത്, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ജെയിംസ് എന്ന് പറഞ്ഞ എൻ്റെ വേറൊരു സുഹൃത്ത് ഇപ്പം നാട്ടിൽ പോയിട്ട് അദ്ദേഹം ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ജോലി മതിയാക്കി നാട്ടിൽ പോയതിന് ശേഷം അദ്ദേഹം വളരെ വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരു നല്ല സുഹൃത്താണ്. ഏത് വർക്കുകളും വിശ്വസിച്ചേൽപ്പിക്കാവുന്നതാണ്. പഴയ വീടുകൾ അദ്ദേഹം റിനുവേറ്റ് ചെയ്ത് വിശ്വസ്തയായിട്ട് റിനുവേറ്റ് ചെയ്ത് കൊടുക്കും. വിശ്വസ്തയോടുകൂടി ഗഡുക്കളായിട്ട് കാശ് കൊടുത്താൽ പോലും അദ്ദേഹം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം കുമ്പനാട്, പുല്ലാട്, പത്തനംതിട്ട, തിരുവല്ല, റാന്നി, പത്തനംതിട്ട ജില്ലയിൽ എവിടെയായാലും കൊല്ലം ജില്ലയിലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ വീടുകൾ വെക്കുന്നതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ജെയിംസിനെ നിങ്ങൾ സമീപിച്ചാൽ അദ്ദേഹം വെച്ച് തരും. അതുപോലെ തന്നെ ജെയിംസിന് ഇപ്പോൾ അദ്ദേഹം 8 സെൻറ്റ് തീർത്ത ഒരു വീട് എനിക്കൊന്ന് പുല്ലാട് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഒരു വീട്, ഒരു വലിയ വീട് അദ്ദേഹത്തിന് വിൽക്കാനുമുണ്ട്. അത് വേണ്ടവർക്കും അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ്. ജെയിംസിൻ്റെ നമ്പർ 9446127520. ഒന്നുകൂടെ പറയാം: 9446127520. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.